Hi dear friends, welcome back to Alex E Academy. ഈ ലെക്ചറിൽ PCCET 302 ഫ്ലൂയിഡ് മെക്കാനിക്സിലെ തേർഡ് മോഡ്യൂളിലെ 11th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബെർണോളിയസ് ഇക്വേഷൻ അതിൻ്റെ ഡെറിവേഷനാണ് നോക്കിയത്. അതുമായിട്ട് ബേസ് ചെയ്ത ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് 5 cm diameter under a pressure of 29.43 Newton per centimeter square. The mean velocity of 2 meter per second. Find the total head or total energy per unit weight of the water at the cross section, which is 5 meter above the datum line. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് വാട്ടറാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഡെൻസിറ്റി 1000 ആയിരിക്കും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. പൈപ്പിൻ്റെ ഡയമീറ്റർ D 5 cm ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.05 മീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. അടുത്തത് പ്രഷർ തന്നിട്ടുണ്ട്. ആ പൈപ്പിലുള്ള പ്രഷർ P is equal to 29.43 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്കെല്ലാം മീറ്ററിൽ കൺവേർട്ട് ചെയ്ത് ചെയ്യാം, കാരണം വെലോസിറ്റി മീറ്ററിലാണ്, ഡേറ്റ മീറ്ററിലാണ്. അപ്പോൾ ഈ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട, കിട്ടിയേക്കുന്ന പ്രഷറിനെ ഇൻറ്റു 10⁴ ചെയ്താൽ അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറിക്കോളും. ഇതിൻ്റെ കൺവേർഷനൊക്കെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അടുത്ത വെലോസിറ്റി V is equal to 2 meter per second. ഇനി ഡേറ്റം ഹെഡ് Z is equal to 5 meter. ഡേറ്റം ഹെഡ് എന്ന് വെച്ചാൽ ഹൈറ്റ് ആണ്. അതിനെ നമ്മുടെ ബെർണോളിയസ് ഇക്വേഷനിൽ ഡേറ്റത്തിന് നമ്മൾ Z എന്നാണ് നൊട്ടേറ്റ് ചെയ്തത്, therefore 5 meter. ഇനി നമുക്ക് ടോട്ടൽ ഹെഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബെർണോളിയസ് ഇക്വേഷനാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ടോട്ടൽ ഹെഡ് കണ്ടുപിടിക്കാനായിട്ട് P/ρg + V²/2g + Z ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലി നമുക്ക് ഓരോന്നേ കണ്ടുപിടിക്കാം. ആദ്യം പ്രഷർ ഹെഡ് is equal to P/ρg. ഇതിൽ P പ്രഷറാണ്. പ്രഷർ is equal to 29.43 10⁴. റോ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് 1000, G 9.81. സോൾവ് ചെയ്യുമ്പോൾ പ്രഷർ ഹെഡ് P/ρg is equal to 30 മീറ്റർ എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഹെഡ്, പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ് ഇതിൻ്റെയൊക്കെ യൂണിറ്റ് മീറ്ററാണ്. നമ്മളിത് മീറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ, സെൻറ്റിമീറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ സെൻറ്റിമീറ്റർ, MM-ലാണെങ്കിൽ MM. അതായത് ഹൈറ്റിൻ്റെ യൂണിറ്റ് ആയിരിക്കും വരുന്നത്. ഹൈറ്റിൻ്റെ യൂണിറ്റ് ആയിരിക്കും ഈ പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡിനൊക്കെ വരുന്നത്. ഓക്കെ, അടുത്ത വെലോസിറ്റി ഹെഡാണ് V²/2g. വെലോസിറ്റി നമുക്ക് 2 എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ 2² / 2 × 9.81. സോൾവ് ചെയ്യുമ്പോൾ 0.204 മീറ്റർ എന്ന് കിട്ടും. അടുത്തത് ഡേറ്റം ഹെഡ് Z ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 5 മീറ്റർ. ദെയർഫോർ ടോട്ടൽ ഹെഡ് is equal to, അക്കോർഡിംഗ് ടു ബെർണോളിയസ് തിയറം, ടോട്ടൽ ഹെഡ് is equal to P/ρg + V²/2g + Z. P/ρg 30 കിട്ടി, V²/2g നമുക്ക് 0.204 കിട്ടി, ഡേറ്റം ഹെഡ് Z 5 കിട്ടി. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 35.204 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പൈപ്പ് ത്രൂ വിച്ച് വാട്ടർ ഈസ് ഫ്ലോയിങ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, പൈപ്പ് ത്രൂ വിച്ച് വാട്ടർ ഈസ് ഫ്ലോയിങ്. വാട്ടർ എന്ന് വന്നേക്കുന്നത് ഡെൻസിറ്റി 1000 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈസ് ഹാവിങ് ഡയമീറ്റേഴ്സ് ഓഫ് 20 cm ആൻഡ് 10 cm അറ്റ് ദ സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഈ പൈപ്പിൻ്റെ അകത്തുകൂടി വാട്ടറാണ് ഫ്ലോ ചെയ്യുന്നത്. ഈ പൈപ്പിന് 2 ക്രോസ് സെക്ഷൻ ഉണ്ട്. ഫസ്റ്റ് ക്രോസ് സെക്ഷൻ ഇവിടെയാണ്. ഇവിടുത്തെ ഡയമീറ്റർ 20 ആണ്. പിന്നീട് അത് ചെറുതായി അടുത്ത ക്രോസ് സെക്ഷനിലേക്ക് വരും. അവിടുത്തെ ഡയമീറ്റർ 10 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡയമീറ്റർ 20, അടുത്ത ഡയമീറ്റർ 2. അപ്പോൾ സെക്ഷൻ 1 ഇത് സെക്ഷൻ 2. ഓക്കെ, ഇനി ദ വെലോസിറ്റി ഓഫ് ദ വാട്ടർ അറ്റ് സെക്ഷൻ 1. സെക്ഷൻ 1ലെ വെലോസിറ്റി 4 meter per second. അപ്പോൾ V1 ആണ് വന്നിരിക്കുന്നത്. ഫൈൻഡ് ദ വെലോസിറ്റി ഹെഡ് അറ്റ് സെക്ഷൻ 1 and 2. ഓൾസോ ദ റേറ്റ് ഓഫ് ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പടം ഒന്ന് വരച്ച് വെച്ചേക്കാം, നമുക്കൊരു മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഒരു പൈപ്പിൻ്റെ ഫസ്റ്റ് സെക്ഷനിലെ ഡയമീറ്റർ D1 is equal to 20 cm ആണ്. ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 0.2 മീറ്റർ എന്ന് എഴുതാം. ഇനി അത് റെഡ്യൂസ് ചെയ്ത് ചെറിയൊരു ഡയമീറ്റർ ആയിട്ട് മാറും. അപ്പോൾ സെക്കൻഡ് ഡയമീറ്റർ, സെക്ഷൻ 2ലെ ഡയമീറ്റർ D2 is equal to 10 cm ആണ്. ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 0.1 മീറ്റർ എന്ന് കിട്ടും. ഇനി സെക്ഷൻ 1ലുള്ള ഫ്ലൂയിഡ് വാട്ടറിൻ്റെ വെലോസിറ്റി V1 അത് 4 meter per second തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഹെഡാണ്. വെലോസിറ്റി ഹെഡ് എന്ന് വെച്ചാൽ V²/2g എന്ന് പറയുന്ന ടേമാണ്. നമ്മുടെ ബെർണോളിയസ് ഇക്വേഷനിലെ V²/2g എന്ന് പറയുന്ന ടേമിനാണ് നമ്മൾ വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 1ൻ്റെയും 2ൻ്റെയും വെലോസിറ്റി ഹെഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1ൻ്റെ വെലോസിറ്റി ഹെഡ് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. ദ വെലോസിറ്റി ഹെഡ് ഇൻ സെക്ഷൻ 1 is equal to V²/2g, അതായത് V1²/2g. ഇപ്പോൾ V1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4² / 2 × 9.81. സോൾവ് ചെയ്യുമ്പോൾ 0.815 മീറ്റർ എന്ന് കിട്ടും. അടുത്തത് നമുക്ക് വെലോസിറ്റി ഹെഡ് ഇൻ സെക്ഷൻ 2 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് V2 വേണം. അപ്പോൾ V2 നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചേക്കുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷനിലേക്ക് പോകണം. ബേസിക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ.
അപ്പോൾ അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ A1V1 ഇസ് ഈക്വൽ ടു A2V2 ആണ്. എ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് സെക്ഷൻ 1, A2 എന്ന് വെച്ചാൽ ഏരിയ ഓഫ് സെക്ഷൻ 2, V1 എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് സെക്ഷൻ 1, V2 എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് സെക്ഷൻ 2. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ ആദ്യം A1ഉം A2ഉം കണ്ടുപിടിക്കാം. അപ്പോൾ A1 എന്ന് വെച്ചാൽ ഫസ്റ്റ് പൈപ്പിൻ്റെ ഏരിയ, ഫസ്റ്റ് സെക്ഷൻ ഓഫ് പൈപ്പിൻ്റെ ഏരിയ π/4 × d1². അപ്പോൾ π/4 × d1.2 ആണ്, സ്ക്വയർ ചെയ്യുക 0.0314 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അടുത്തത് A2 എന്ന് വെച്ചാൽ സെക്കൻഡ് സെക്ഷനിലെ പൈപ്പിൻ്റെ ഏരിയ ആണ്, π/4 × d2². π/4 × d2 എന്ന് വെച്ചാൽ 0.1 ആണ്, 0.1 സ്ക്വയർ സോൾവ് ചെയ്യുമ്പോൾ 0.00785 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മുടെ ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ബേസിക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. A1V1 = A2V2. അപ്പോൾ A1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. A1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. V1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 4, A2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. V2 നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ V2 കണ്ടുപിടിക്കുക. V2 = 16 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് മീറ്റർ? നമ്മളെല്ലാം മീറ്ററിലാണ് ചെയ്തേക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി ഹെഡ് അറ്റ് സെക്ഷൻ 2 കണ്ടുപിടിക്കാം. വെലോസിറ്റി ഹെഡിൻ്റെ ഇക്വേഷൻ V²/2g ആണ്. സെക്കൻഡ് സെക്ഷൻ ആയതുകൊണ്ട് V2²/2g. V2 നമുക്ക് 16 കിട്ടി. 16² 2 × g സോൾവ് ചെയ്യുമ്പോൾ 13.05 മീറ്റർ എന്ന് കിട്ടും. കഴിഞ്ഞില്ല, ഇനി നമ്മളോട് എന്താണ് റേറ്റ് ഓഫ് ഡിസ്ചാർജ് Q കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റേറ്റ് ഓഫ് ഡിസ്ചാർജ് Q = A × V ആണ്. അപ്പോൾ ഇവിടെ A1V1 കൊടുക്കാം, A2V2 കൊടുക്കാം, രണ്ട് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ Q = A1V1 എടുത്ത്, ഇത് A1 ഇത് V1 സോൾവ് ചെയ്യുമ്പോൾ 0.1256 m³/s എന്ന് കിട്ടും. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഹാവിംഗ് ഡയമീറ്റർ 20 cm ആൻഡ് 10 cm അറ്റ് സെക്ഷൻ 1 and 2 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ സെയിം പ്രോബ്ലം തന്നെ, നേരത്തെ ചെയ്തപ്പോൾ തന്നേക്കുന്ന അതേപോലെ തന്നെ ഒരു പൈപ്പ് ഇവിടെ അത് റെഡ്യൂസ് ചെയ്ത് ചെറുതാവും. ഇവിടുത്തെ ഡയമീറ്റർ D1 20, ഇവിടുത്തെ ഡയമീറ്റർ D2 10 ആണ്. ഓക്കെ, ഇവിടെ എന്താണ് വ്യത്യാസം നോക്കാം. ദ റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ ദ പൈപ്പ് ഈസ് 35 liters/s. അപ്പോൾ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് 35 ലിറ്റർ/s തന്നേക്കുന്നത്. ശ്രദ്ധിക്കുക, m³/s കൺവേർട്ട് ചെയ്താലേ ചെയ്യാൻ പറ്റൂ. ലിറ്റർ/s ആണ് തന്നേക്കുന്നത്, കൺവേർട്ട് ചെയ്യണം. ദ സെക്ഷൻ 1 ഈസ് ഫസ്റ്റ് സെക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പൈപ്പിൻ്റെ എൻഡ് എന്ന് വെച്ചാൽ 6 മീറ്റർ അബോവ് ദ ഡേറ്റം. അപ്പോൾ Z1 തന്നിട്ടുണ്ട് 6 മീറ്റർ ആണ്. ആൻഡ് സെക്ഷൻ 2 ഈസ് 4 മീറ്റർ അബോവ് ദ ഡേറ്റം. Z2 ഈസ് 4 മീറ്റർ ആണ്. ഓക്കെ, ഇഫ് ദ പ്രഷർ അറ്റ് ദ സെക്ഷൻ 1 ഈസ് 39.24 N/cm², ഫൈൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് സെക്ഷൻ 2. ഓക്കെ, ഇപ്പോൾ തന്നേക്കുന്ന ഡീറ്റെയിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു പടം വരയ്ക്കണം. ഇവിടെ നമുക്ക് മനസ്സിലായ കാരണം ഒരു സൈഡിലെ ഡയമീറ്റർ 20, അടുത്ത സൈഡിലെ ഡയമീറ്റർ 10 ആണ്. ഇനി ഈ 20 cm ഡയമീറ്റർ ഉള്ള സെക്ഷൻ 1 6 മീറ്റർ ഹൈറ്റിലാണ് വെച്ചേക്കുന്നത്. ഈ 10 cm ഡയമീറ്ററിലുള്ള സെക്ഷൻ 2 അത് 4 മീറ്റർ ഹൈറ്റിലാണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടിയ ഈ രീതിയിൽ ചരിഞ്ഞാണ് ഇരിക്കുന്നത്, പൈപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇതാണ് സെക്ഷൻ 1, ഇതാണ് സെക്ഷൻ 2. ഇവിടുത്തെ ഡയമീറ്റർ ആണ് D1. D1 = 20 cm ആണ്, /100 ചെയ്യുമ്പോൾ 0.2 മീറ്റർ എന്ന് കിട്ടും. ഇവിടുത്തെ ഡയമീറ്റർ D2 ആണ്, 10 cm ആണ്, /100 ചെയ്യുമ്പോൾ 0.1 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതിങ്ങനെ ചരിഞ്ഞാണെന്ന് മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സെക്ഷൻ അതിൻ്റെ മിഡ് പോയിൻറ്റ് ഒരു സ്റ്റാൻഡേർഡ് ഡേറ്റം അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് 6 മീറ്റർ ഹൈറ്റിലാണ് വെച്ചേക്കുന്നത്. ഇതേപോലെ തന്നെ ഈ താഴത്തെ പൈപ്പിൻ്റെ സെൻറ്റർ പോയിൻറ്റും നമ്മുടെ ഡേറ്റവും തമ്മിലുള്ള ഹൈറ്റ് 4 മീറ്റർ ആണ്. അപ്പോൾ ഇത് 4 മീറ്റർ ഹൈറ്റിലാണ്, അപ്പോൾ ഇതായിരിക്കും താഴെ, ഇത് 6 മീറ്റർ ഹൈറ്റിലാണ്, അത് കുറച്ചുകൂടി ഹൈറ്റിലായിരിക്കും വെച്ചേക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ പടം വരേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 1 ആണ്. സെക്ഷൻ 1ലെ ഡേറ്റത്തിന് Z1 എന്ന് കൊടുക്കാം, സെക്ഷൻ 2ൻ്റെ ഡേറ്റത്തിന് Z2 എന്ന് കൊടുക്കാം. Z1 6ഉം Z2 4ഉം ആണ്. അപ്പോൾ ഗിവൺ ഡാറ്റ കറക്റ്റായിട്ട് മനസ്സിലാക്കി എഴുതുക. D1 0.2 മീറ്റർ, D2 0.1 മീറ്റർ. ഇനി ഡിസ്ചാർജ് തന്നിട്ടുണ്ട് Q, അത് ഓവറോൾ ഡിസ്ചാർജാണ്, ഇതിൻ്റെ അകത്തുകൂടി പോകുന്ന വെള്ളത്തിൻ്റെ ഡിസ്ചാർജാണ്. അപ്പോൾ നമുക്കറിയാം Q = A1V1 which is equal to A2V2 ആണ്. അപ്പോൾ ഈ Q ആണ് തന്നേക്കുന്നത്. അപ്പോൾ Q = 35 ലിറ്റർ/s ആണ്. ലിറ്ററിനെ m³ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി /1000 ചെയ്താൽ മതി. അപ്പോൾ 35 / 100,000 ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ 0.035 m³/s എന്ന് കിട്ടും. അപ്പോൾ m³ വേണം എഴുതാൻ. ഒരു കാര്യം കൂടി നമുക്ക് തന്നിട്ടുണ്ട്, ഫസ്റ്റ് സെക്ഷനിലെ പ്രഷർ P1 തന്നിട്ടുണ്ട്. അപ്പോൾ P1 ഫസ്റ്റ് പൈപ്പിലെ പ്രഷർ P1 = 39.24 N/cm². ആണ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട, × 10⁴ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ കൺവേർഷനൊക്കെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തവർ, ഡൗട്ടുള്ളവർ ഫസ്റ്റ് മോഡ്യൂൾസിലെ പ്രോബ്ലംസിലേക്ക് റെഫർ ചെയ്യുക. അപ്പോൾ 39.24 × 10⁴ ചെയ്യുമ്പോൾ N/m² കൺവേർട്ട് ആവും. അപ്പോൾ എല്ലാ പാരാമീറ്ററിലും നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തന്നേക്കുന്ന ഡാറ്റ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് Q തന്നിട്ടുണ്ട്. Q എന്ന് പറഞ്ഞാൽ which is equal to A1V1 ആണ്, which is equal to A2V2 ആണ്. അതാണ് 0.035 m³/s. ഓക്കെ, അപ്പോൾ ഈ തന്നേക്കുന്ന Q 0.03
5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അത് തന്നെയാണ് A1 V1 = A2 V2. ഇത് നമ്മുടെ ബേസിക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അതേപോലെ തന്നെ നമുക്ക് തന്നേക്കുന്നത് Z1 = 6 മീറ്ററും Z2 = 4 മീറ്ററുമാണ്. ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ബെർണോളിയസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബെർണോളിയസ് ഇക്വേഷനിൽ പറഞ്ഞത് എന്താണ്? ഒരു പൈപ്പിലൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ടോട്ടൽ ഹെഡ്, ഈ പോയിന്റിലെ ടോട്ടൽ ഹെഡും രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റിലെ ടോട്ടൽ ഹെഡിന് നമുക്ക് P1/ρg + V1² / 2g + Z1 എന്ന് എഴുതാം. വിൽ ബി ഈക്വൽ ടു അടുത്ത സെക്കൻഡ് സെക്ഷനിലെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ P2/ρg + V2² / 2g + Z2 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ബെർണോളിയസ് തിയറം. ഒരു പൈപ്പ് ഫ്ലോയിൽ ഏത് പോയിന്റ് എടുത്താലും ടോട്ടൽ എനർജി സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് പോയിന്റിലുള്ള ടോട്ടൽ എനർജി സെക്ഷൻ 1ൻ്റെ, ഇത് സെക്കൻഡ് പോയിന്റിലുള്ള ടോട്ടൽ എനർജി, ഇത് രണ്ടും സെയിം ആയിരിക്കും. ഇനി അടുത്തൊരു പോയിന്റ് സെക്ഷൻ 3 എടുത്താലും അതും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിന്റിന് നമ്മൾ P1 V1 Z1 എന്ന് നൊട്ടേറ്റ് ചെയ്തു. സെക്കൻഡ് സെക്ഷനിലുള്ളതിന് P2 V2 Z2 എന്ന് നൊട്ടേറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്ന ബേസിക് ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് സെക്ഷനിലുള്ള പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറാണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് P2. പ്രഷർ ഹെഡ് എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ P2/ρg ഈ ഫുൾ ടേം ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് പ്രഷർ ഇൻറ്റൻസിറ്റിയാണ്, അപ്പോൾ P ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മുടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ V1ഉം V2ഉം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഇക്വേഷനിൽ അറിയാവുന്നത് P1 അറിയാം, G അറിയാം, റോ അറിയാം, Z1 അറിയാം. ഇപ്പുറത്തേക്ക് വന്നാൽ ρg അറിയാം, G അറിയാം, Z2 അറിയാം. അപ്പോൾ V1ഉം V2ഉം കിട്ടിയാൽ മാത്രമേ ഈ P2 കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ V1ഉം V2ഉം കണ്ടുപിടിക്കാനാണ് ഈ ഡിസ്ചാർജ് തന്നേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ Qവും A1 V1 ഇക്വേറ്റ് ചെയ്താൽ V1 കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം A1 A2 കണ്ടുപിടിക്കണം. ഫസ്റ്റ് സെക്ഷൻ്റെയും സെക്കൻഡ് സെക്ഷൻ്റെ ഏരിയ. അപ്പോൾ A1 = π/4 × d1² π/4 × d1 0.2 ആണ്. 0.2² സോൾവ് ചെയ്യുമ്പോൾ 0.0314 m² എന്ന് കിട്ടും. A2 π/4 × d2² π/4 × 0.1² സോൾവ് ചെയ്യുമ്പോൾ 0.00785 m² എന്ന് കിട്ടും. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു നമ്മുടെ ബേസിക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിസ്ചാർജ് = A1 V1 = A2 V2. ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 0.035 m³/s. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം നമുക്ക് ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് V1 = എങ്ങനെ എഴുതാം? V1 = Q / A1 എന്ന് എഴുതാം. അപ്പോൾ Q നമുക്കിതാണ് 0.035 / A1 നമ്മൾ കണ്ടുപിടിച്ചു 0.0314. സോൾവ് ചെയ്യുമ്പോൾ V1 = ഫസ്റ്റ് സെക്ഷനിലെ വെലോസിറ്റി = 1.114 m/s എന്ന് കിട്ടും. അടുത്തത് നമുക്ക് ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V2 = Q / A2 എന്ന് എഴുതാം. എഗെയിൻ Q = ഇതാണ്, A2 = ഇതാണ്. സോൾവ് ചെയ്യുമ്പോൾ 4.456 m/s എന്ന് കിട്ടും. ഇനി അടുത്ത് നമ്മുടെ ബേസിക് ഇക്വേഷൻ 1 നമ്മുടെ ബെർണോളിയസ് ഇക്വേഷൻ P1/ρg + V1² / 2g + Z1 = P2/ρg + V2² / 2g + Z2. ഇതിൻ്റെ അകത്ത് അറിയാവുന്നതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1 തന്നിട്ടുണ്ട്, ഇതാണ് P1. റോ വാട്ടറാണ് ഫ്ലോ ചെയ്യുന്നത്, അപ്പോൾ ഡെൻസിറ്റി 1000, G 9.81. V1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1.114² / 2g + Z1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 = P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ P2 തന്നെ കൊടുക്കുക. റോ ഡെൻസിറ്റി 1000, G 9.81. V2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 4.456² / 2 × 9.81 + Z2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ ഒറ്റയടിക്ക് സോൾവ് ചെയ്ത് നിങ്ങൾ തെറ്റിക്കരുത്. ഇതിനൊക്കെ ചിലവർ ഒറ്റയടിക്ക് സോൾവ് ചെയ്ത് കളയും. അതിനേക്കാളും നല്ലതാണ് ഇത് ഇക്വേഷനിൽ സോൾവ് ചെയ്യുക. 40 എന്ന് കിട്ടും. പ്ലസ് ഇത് ഇക്വേഷനിൽ സമാധാനത്തിൽ സോൾവ് ചെയ്യുക, ഇത് കിട്ടും. +6 അതുപോലെ എഴുതി = P2 അതുപോലെ എഴുതി. ഈ താഴെയുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ 9810 എന്ന് എഴുതി. ഇനി ഈ ഒരു ടേമിനെ സോൾവ് ചെയ്യുക, 1.012 കിട്ടും. ഇത് 4. ഇനി എന്ത് ചെയ്യുക? ഇതിനെ മാത്രം ലെഫ്റ്റ് സൈഡ് ഇടുക. ബാക്കി എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇത് വെച്ച് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് P2/9810 = 41.051 കിട്ടും. എഗെയിൻ P2 = എന്ത് ചെയ്യുക? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 41.081 × 9810. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് സെക്ഷൻ 2, അതാണ് P2. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് സെക്ഷൻ 2 = 402710 Nm/m² എന്ന് കിട്ടും. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെയാണ് Nm/m² ആയത്? കാരണം നമ്മൾ P1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് Nm/m²ലാണ്. അപ്പോൾ സെയിം യൂണിറ്റിലായിരിക്കും P2 കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുക? അതിനെ Nm/cm² ആക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇത് / 10⁴ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 40.27 Nm/cm² എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ.
ഓക്കെ, അപ്പോൾ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഹാവിംഗ് ഡയമീറ്റർ 300 mm ആൻഡ് 200 mm അറ്റ് ദ ബോട്ടം ആൻഡ് അപ്പർ എൻഡ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഒരു പൈപ്പിൻ്റെ ബോട്ടം എൻഡിൻ്റെ ഡയമീറ്റർ 300ഉം അപ്പർ എൻഡിൻ്റെ ഡയമീറ്റർ 200ഉം ആണ്. ദ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് ദ ബോട്ടം എൻഡ് ഈസ്, ബോട്ടം എൻഡിലുള്ള വാട്ടറിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ 24.52 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറും അപ്പർ സൈഡിലുള്ള പ്രഷർ 9.81 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറുമാണ്. ഡിറ്റർമൈൻ ദ ഡിഫറൻസ് ഇൻ ഡേറ്റം ഹെഡ്. ഡിഫറൻസ് ഇൻ ഡേറ്റം ഹെഡ് എന്ന് പറയുമ്പോൾ Z1 മൈനസ് Z2 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ തിരിച്ച് Z2 മൈനസ് Z1 എങ്ങനെ വേണമെങ്കിലും ആവാം. ദ റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ ദ പൈപ്പ് ഈസ് 40 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് വെച്ചിട്ടൊരു പടം വരക്കാം. ബോട്ടത്തിലുള്ള ഡയമീറ്റർ, അപ്പറിലുള്ള ഡയമീറ്റർ നമ്മളൊരു പൈപ്പ് ചരിച്ച് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയില്ല ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും, നമ്മൾ ജസ്റ്റ് വരച്ച് നോക്കുവാണ്. അപ്പോൾ ബോട്ടത്തിലെ ഡയമീറ്ററാണ് 300 തന്നേക്കുന്നത്, അപ്പറിലുള്ള ഡയമീറ്റർ 200 ആണ്. അതാണ് ഞാൻ താഴെ വലുതും മുകളിൽ ചെറിയ ഡയമീറ്ററും കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനെ ഞാൻ സെക്ഷൻ 1 എന്ന് മാർക്ക് ചെയ്തു, ഇവിടുത്തെ ഞാൻ സെക്ഷൻ 2 എന്ന് മാർക്ക് ചെയ്തു. അതായത് ബോട്ടത്തിലുള്ള പോർഷനെ ഞാൻ സെക്ഷൻ 1 എന്നും അപ്പറിലുള്ള പോർഷനെ ഞാൻ സെക്ഷൻ 2 എന്നും മാർക്ക് ചെയ്തു. അപ്പോൾ D1 = 300 mm ആണ് തന്നേക്കുന്നത്. ശ്രദ്ധിക്കുക, MM-ലാണ് തന്നേക്കുന്നത്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ബൈ 1000 ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ 0.3 മീറ്റർ എന്ന് കിട്ടും. അടുത്തത് D2 അപ്പറിലുള്ള, അതായത് സെക്ഷൻ 2-ലുള്ള ഡയമീറ്ററിനെ 200 mm എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ 0.2 മീറ്റർ എന്ന് കിട്ടും. അടുത്തത് ഫസ്റ്റ് ബോട്ടത്തിലുള്ള പൈപ്പിൻ്റെ പ്രഷർ P1 = 24.525 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻറ്റു 10⁴ കൂടി ചെയ്യുക. അപ്പോൾ നമുക്കത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ പറ്റും. അടുത്തത് P2, അതായത് അപ്പർ പൈപ്പിൻ്റെ പ്രഷർ, സെക്ഷൻ 2-ലുള്ള പൈപ്പിലെ പ്രഷർ, അത് 9.81 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. എഗെയിൻ ഇൻറ്റു 10⁴ ചെയ്യുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ തന്നേക്കുന്ന ഡിസ്ചാർജ് ആണ് 40 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. അപ്പോൾ ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. അപ്പോൾ 40 ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ 0.04 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റഫ്ലി വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ Z1 Z2 വേണം. Z1 Z2 എന്ന് പറയുന്നത് നമ്മൾ ബെർണോളിയസ് ഇക്വേഷനിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ബെർണോളിയസ് ഇക്വേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു പൈപ്പിൻ്റെ സെക്ഷൻ 1-ലുള്ള ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു ഒരു പൈപ്പിൻ്റെ സെക്ഷൻ 2-ലുള്ള ടോട്ടൽ എനർജി. ഇതാണ് നമ്മുടെ ബെർണോളിയസ് ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ബെർണോളിയസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് P1 വേണം, P2 വേണം, അത് തന്നിട്ടുണ്ട്. അടുത്തത് Z1-ഉം Z2-ഉം നമുക്ക് അറിയില്ല, അതിൻ്റെ ഡിഫറൻസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇനി ഇതിനകത്ത് V1-ഉം V2-ഉം കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ബെർണോളിയസ് ഇക്വേഷനിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അറിയാവുന്ന ബേസിക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുക്കുക. ഡിസ്ചാർജ് Q = A1V1 = A2V2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഈ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ A1-ഉം A2-ഉം വേണം. A1 എന്ന് വെച്ചാൽ ഫസ്റ്റ് പൈപ്പിൻ്റെ ഏരിയ, അല്ലെങ്കിൽ സെക്ഷൻ 1-ലെ പൈപ്പിൻ്റെ ഏരിയ, π/4 × D1² π/4 × 0.3² സോൾവ് ചെയ്യുമ്പോൾ 0.0707 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അടുത്തത് ഏരിയ 2 A2 π/4 × D2² π/4 × സെക്ഷൻ 2-ലുള്ള ഡയമീറ്റർ 0.2, അതിൻ്റെ സ്ക്വയർ 0.03141 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഫസ്റ്റ് പാർട്ട് എടുക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് Q തന്നിട്ടുണ്ട്, 0.04 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ Q = 0.04 ആണ്, വിച്ച് = A1V1 ആണ്. അപ്പോൾ ഇത് ഇന്ന് നമുക്ക് എന്ത് എഴുതാം, V1 ആണ് വേണ്ടത്. അപ്പോൾ V1 = Q ഡിവൈഡഡ് ബൈ A1 എന്ന് എഴുതാം. Q ഡിവൈഡഡ് ബൈ A1. അപ്പോൾ Q ഇതാണ്, A1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ V1 = ഫസ്റ്റ് സെക്ഷനിലെ വെലോസിറ്റി V1 = 0.566 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അടുത്തത് V2 = നമുക്ക് Q/A2 എന്ന് എഴുതാം. ഇതാണ് Q. A2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോൾവ് ചെയ്യുമ്പോൾ 1.274 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഇനി അടുത്തത് അപ്ലൈ ബെർണോളിയസ് ഇക്വേഷൻ അറ്റ് ദ സെക്ഷൻ 1 and 2. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് ഒരു പൈപ്പിൻ്റെ അകത്തൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ്, ഒരു പൈപ്പിൻ്റെ അകത്തൂടെ അല്ലെങ്കിൽ ഒരു പൈപ്പ് ഫ്ലോ എടുത്ത് ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ഫ്ലോ എടുത്താൽ അതിൻ്റെ ഏത് പോയിന്റിലാണെങ്കിലും ടോട്ടൽ എനർജി സെയിം ആയിരിക്കും. ഇപ്പോൾ സെക്ഷൻ 1 എടുത്താലും സെക്ഷൻ 2 എടുത്താലും ഇനി നടുക്കൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ ടോട്ടൽ എനർജി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് സെക്ഷൻ 1-ലെ ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു സെക്ഷൻ 2-ലെ ടോട്ടൽ എനർജി. അപ്പോൾ സെക്ഷൻ 1-ലെ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ P1/ρg + V1² / 2g + Z1 = സെക്ഷൻ 2-ലേക്ക് വരുമ്പോൾ P2/ρg + V2² / 2g + Z2. ഓക്കെ, ഇനി ഓരോന്ന് കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1-ൻ്റെ വാല്യൂ ഇതാണ് 24.525 × 10⁴. ഇത് ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് 1000 G 9.81 പ്ലസ് V1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 0.566² ഡിവൈഡ് ബൈ 2 × 9.81 പ്ലസ് Z1 അതറിയില്ല, അതവിടെ കിടക്കട്ടെ. ഇനി അടുത്ത P2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9.81 × 10⁴ × ρg 1000 G 9.81. അടുത്തത് V² / 2g. V2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു
1.274 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.81 പ്ലസ് Z2. ഓക്കെ, ഇനി ഓരോന്നായിട്ട് സോൾവ് ചെയ്യുക. നിങ്ങൾ ധൃതി പിടിച്ച് തെറ്റിക്കരുത്. ഫസ്റ്റ് ഇതാ ഈ കാണുന്നത് ഇക്വേഷൻ സോൾവ് ചെയ്യുക. 25 എന്ന് കിട്ടും. പ്ലസ് ഇത് സോൾവ് ചെയ്യുക, നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. പ്ലസ് Z1 ഞാൻ അതുപോലെ എഴുതി ഈക്വൽ ടു ഇതാ ഈ ഒരു ടേം ഫുള്ള് സോൾവ് ചെയ്യുമ്പോൾ 10 കിട്ടും. പ്ലസ് ഈ ഒരു ടേം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. പ്ലസ് Z2. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് പ്രഷർ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പ്രഷർ ഡിഫറൻസ് എന്ന് വെച്ചാൽ Z1 മൈനസ് Z2 അല്ലെങ്കിൽ തിരിച്ച്. അപ്പോൾ നമുക്ക് Z1 ഇവിടെ ഇടാം, Z2നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ Z1 മൈനസ് Z2 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക, എന്നിട്ട് ഈ കിട്ടിയേക്കുന്നത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ Z1 മൈനസ് Z2 ഈക്വൽ ടു മൈനസ് 14.93 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് തിരിച്ചെഴുതാം. Z2 മൈനസ് Z1 ഈക്വൽ ടു 14.93 മീറ്റർ. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഡേറ്റം ഡിഫറൻസിന് ഡേറ്റം ഹെഡാണ് ചോദിച്ചെങ്കിൽ Z1 മൈനസ് Z2 അല്ലെങ്കിൽ Z2 മൈനസ് Z1 രണ്ട് രീതിയിലും എഴുതാം. ഇപ്പോൾ നെഗറ്റീവ് കിട്ടിയെന്ന് എഴുതി കുഴപ്പമൊന്നുമില്ല, നമ്മൾ പോസിറ്റീവ് വരുന്ന രീതിയിൽ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താഴെ നിന്ന് എടുത്ത് എഴുതുക. ദ ഡിഫറൻസ് ഇൻ ഡേറ്റം ഹെഡ് ഇസ് ഈക്വൽ ടു Z1 മൈനസ് Z2 വിച്ച് ഇസ് ഈക്വൽ ടു 14.93 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ദ വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഓഫ് ലെങ്ത് 100 മീറ്റർ having a diameter of 600 meter at the upper end, 300 meter at the lower end. The rate of flow is 50 liters per second. The pipe has a slope of 1 in 30. Find the pressure at the lower end if the pressure at the higher level is 19.62 Newton per centimeter square. ഓക്കെ, അപ്പോൾ നമുക്കൊരു പൈപ്പ് തന്നിട്ടുണ്ട്. പൈപ്പിൻ്റെ ലെങ്ത്ത് 100 ആണ്. ഇനി ആ പൈപ്പിൻ്റെ അപ്പർ എൻഡിലുള്ള ഡയമീറ്റർ 600ഉം ലോവർ എൻഡിലുള്ള ഡയമീറ്റർ 300ഉം ആണ്. ഇനി അതിനകത്തൂടെ പോകുന്ന ഡിസ്ചാർജ് Q is equal to 50 liters per second ആണ്. ഇനി ആ പൈപ്പ് ചരിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ, അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് വന്നിട്ടുണ്ട് 1 in 30. 1 in 30 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 vertical is to 30 horizontal, അതാണ് അർത്ഥം. അപ്പോൾ ഫൈൻഡ് ദ പ്രഷർ അറ്റ് ദ ലോവർ എൻഡിലെ പ്രഷർ കണ്ടുപിടിക്കുക. പ്രഷർ അറ്റ് ദ ഹയർ എൻഡ് 19.62. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ ഒരു ഫിഗർ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ചരിഞ്ഞിരിക്കുന്ന പൈപ്പ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പർ എൻഡിലാണ് 600 mm, ലോവർ എൻഡിൽ 300 mm ആണ്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ആ പൈപ്പ് പോകുന്നത്, ചെറിയ ഡയമെൻഷനിൽ നിന്ന് വലിയ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ആസ് യൂഷ്വൽ താഴത്തെ സെക്ഷനെ ഞാൻ സെക്ഷൻ 1 എന്ന് കൊടുത്തു, മുകളിലുള്ള സെക്ഷനെ ഞാൻ സെക്ഷൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. ഈ പൈപ്പിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ ഈ ഒരു ലെങ്ത്ത് 100 മീറ്റർ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് D1 എന്ന് വെച്ചാൽ ലോവർ എൻഡിലെ ഡയമീറ്റർ 300 mm ആണ്. ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ 0.3 മീറ്റർ എന്ന് കിട്ടും. അടുത്തത് D2 എന്ന് വെച്ചാൽ അപ്പർ എൻഡിലെ ഡയമീറ്റർ ആണ്, 600 mm ആണ്. ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ 0.6 മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 50 liters per second ആണ്. ലിറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ബൈ 1000 ചെയ്യുക, അപ്പോൾ 0.05 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് വാട്ടർ ഈസ് ഫ്ലോയിങ് എന്നാണ്. അപ്പോൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡെൻസിറ്റി 1000 ആണ്, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി അടുത്തത് ഇതിൻ്റെ ഡേറ്റത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രഷർ അറ്റ് ദ ഹയർ ലെവൽ തന്നിട്ടുണ്ട് 19.62 ആണ്. അപ്പോൾ ഹയർ ലെവൽ എന്ന് വെച്ചാൽ ഇവിടെയാണ്. അപ്പോൾ ഇത് സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2 എന്ന് പറയുമ്പോൾ P2 ആണ് തന്നേക്കുന്നത്. അപ്പോൾ P2 is equal to 19.62 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 19.62 ഇൻറ്റു 10⁻⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇവിടുത്തെ ഡേറ്റം നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടില്ല. അപ്പോൾ ഡേറ്റത്തിന് പകരമാണ് ഈ സ്ലോപ്പും കാര്യങ്ങളൊക്കെ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മളൊരു റെഫറൻസ് ലൈനിൽ നിന്ന് ഈ പൈപ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിന് ഇവിടെ Z1 എന്നും ഇവിടെ Z2 എന്നും എടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഡേറ്റം നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഫസ്റ്റ് പൈപ്പിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന ഹൊറിസോണ്ടൽ ലൈനിയുടെ ഡേറ്റം ലൈനായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എടുത്താലുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് Z1 0 എന്ന് എഴുതാം, കാരണം ആ ഡേറ്റം ലൈനിൽ തന്നെയാണ് ആ പൈപ്പിൻ്റെ സെൻറ്റർ ഇരിക്കുന്നത്. ഇനി അടുത്തത് ഈ ടോപ്പ് പോർഷൻ സെക്ഷൻ 2ൻ്റെ സെൻറ്റർ മുതൽ ഡേറ്റം ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് Z2 അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിതാ ഇതങ്ങ് സോൾവ് ചെയ്യും, ഈ ഒരു ട്രയാങ്കിൾ സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. സാധാരണ നമ്മളൊരു ഡേറ്റം ലൈൻ കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ഡേറ്റം ലൈൻ മുതൽ ഈ പൈപ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Z1. യൂഷ്വലി നമുക്കത് തരും. ഇനി പൈപ്പിൻ്റെ റൈറ്റ് സൈഡ് മുതൽ ഡേറ്റം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Z2. അപ്പോൾ ഇവിടെ നമുക്ക് ഡേറ്റം ഒന്നും ഡയറക്റ്റ്ലി തന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റം ലൈൻ ഏതെങ്കിലും ഒരു പൈപ്പിൻ്റെ സെൻറ്ററിൽ അസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബോട്ടം പൈപ്പ് അല്ലെങ്കിൽ ബോട്ടം സെക്ഷൻ 1 ആണ്. അപ്പോൾ സെക്ഷൻ 1ൻ്റെ സെൻറ്ററിൽ കൂടി പോകുന്നൊരു ഇമാജിനറി ലൈനാണ് നമ്മുടെ ഡേറ്റം ലൈനാണ് അസ്യൂം ചെയ്യാം. അങ്ങനെ എടുത്താലുള്ളൊരു ഗുണം ഈ ഡേറ്റം ഹെഡ് അറ്റ് സെക്ഷൻ 1 0 ആയിരിക്കും. അപ്പോൾ Z1 0 എന്ന് എഴുതാം. ഇനി അടുത്ത് Z2 എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റം ലൈൻ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അങ്ങ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ട്രയാങ്കിളാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഈ കാണുന്നതാണ് പൈപ്പിൻ്റെ ലെങ്ത്ത്, അത് 100 ആണ്. ഇനി
ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ ഈ കാണുന്നതാണ് Z2 അല്ലേ, Z2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എഴുതി, ഇത് 100, ഇത് Z2. ഓക്കെ, ഇനി നമുക്ക് സ്ലോപ്പ് വന്നിട്ടുണ്ട് 1/30 ആണ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് 1/30 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 1 വെർട്ടിക്കൽ ഈസ് ടു 30 ഹൊറിസോണ്ടലാണ്. 1 വെർട്ടിക്കൽ ഈസ് ടു 30 ഹൊറിസോണ്ടലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 1 വെർട്ടിക്കൽ ബൈ 30 ഹൊറിസോണ്ടൽ വിച്ച് ഈസ് ഈക്വൽ ടു ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇതാണ് അല്ലേ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, അപ്പോൾ Z2 ഡിവൈഡഡ് ബൈ നമുക്ക് ലെങ്ത് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ തന്നേക്കുന്നത് ഒരു സ്ലോപ്പാണ്. 1/30 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് Z2 ഡിവൈഡ് ബൈ 100. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് Z2 സോൾവ് ചെയ്യാം. Z2 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, ഈ 100 ഇങ്ങോട്ട് പോകും. അപ്പോൾ 100/30 എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു 3.33 മീറ്റർ. അപ്പോൾ Z1 നമുക്ക് 0 എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഡേറ്റം എടുത്തത്. Z2 നമ്മൾ ഈ ട്രയാങ്കിൾ സോൾവ് ചെയ്തപ്പോൾ 3.33 കിട്ടി. ഓക്കെ, ഇത്രയാണ് ഗിവൺ ഡാറ്റ. ഇനി ആസ് യൂഷ്വൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് എന്തായിരുന്നു, പ്രഷർ അറ്റ് ദ ലോവർ എൻഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലോവർ എൻഡ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 1 പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്, P1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ P1 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കൊടുക്കണം. കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ P1 അറിയത്തില്ല, P2 അറിയാം, Z2 അറിയാം, Z1 അറിയാം. ഇനി V1ഉം V2ഉം അറിയത്തില്ല. അപ്പോൾ V1 V2 ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ ബേസിക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുക്കുക. വി ഹാവ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ Q is equal to A1 V1 is equal to A2 V2. ഓക്കെ, അപ്പോൾ ആദ്യം A1ഉം V1ഉം കണ്ടുപിടിക്കണം. A1ഉം A2ഉം കണ്ടുപിടിക്കണം. അപ്പോൾ A1 is equal to pi/4 d1 square, pi/4 into d1 0.3 ആണ്. 0.3 സ്ക്വയർ ചെയ്യുമ്പോൾ 0.0707 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അടുത്തത് A2 is equal to pi/4 d2 സ്ക്വയർ ആണ്. pi/4 into സെക്കൻഡ് ഡയമീറ്റർ 0.6 സ്ക്വയർ സോൾവ് ചെയ്യുമ്പോൾ 0.2827 എന്ന് കിട്ടും. ഇനി അടുത്തത് ഈ ഇക്വേഷൻ എടുക്കുക, ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് V1 is equal to എന്ത് ചെയ്യാം, Q/A1 എന്ന് എഴുതാം. Q ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.05 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ 0.05 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. A1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ V1 is equal to ഫസ്റ്റ് സെക്ഷനിലെ വെലോസിറ്റി is equal to 0.707 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സിമിലർലി ഇനി അടുത്ത Q is equal to A2 V2 എന്ന് എഴുതുക. അവിടെ നിന്ന് V2 is equal to Q/A2 എന്ന് കിട്ടും. എഗെയിൻ Q ഡിസ്ചാർജ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.07. A2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ വെലോസിറ്റി അറ്റ് സെക്ഷൻ 2 is equal to 0.177 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അടുത്ത ബെർണോളിയസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സെക്ഷൻ 1 ബെർണോളിയസ് ഇക്വേഷൻ ഇതാണ്, സെക്ഷൻ 2 ബെർണോളിയസ് ഇക്വേഷൻ ഇതാണ്. നമ്മൾ പഠിച്ചേക്കുന്നത് വെച്ചിട്ട് ഒരു ഫ്ലൂയിഡ് ഫ്ലോ എടുത്താൽ ഫസ്റ്റ് സെക്ഷനിലുള്ള ടോട്ടൽ പ്രഷർ തന്നെയായിരിക്കും അടുത്ത് ഇനി ഏത് എടുത്താലും. അപ്പോൾ സെക്ഷൻ 1 ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു സെക്ഷൻ 2 ടോട്ടൽ പ്രഷർ, അതാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ P1/ρg. അപ്പോൾ P1 നമുക്കറിയില്ല, കണ്ടുപിടിക്കാനുണ്ട്. റോ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 G 9.81 പ്ലസ് V1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 0.707 സ്ക്വയർ ഡിവൈഡ് ബൈ 2G 2 × 9.81 പ്ലസ് Z1 0 ആണ് ഇസ് ഈക്വൽ ടു P2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 19.62 × 10⁴ ഡിവൈഡ് ബൈ ρg 1000 G 9.81 പ്ലസ് V2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 0.177 സ്ക്വയർ ഡിവൈഡ് ബൈ 2 × 9.81 പ്ലസ് Z2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്രയാണ്, Z2 is equal to 3.33. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്ലോലി സോൾവ് ചെയ്യുക, ധൃതി പിടിക്കരുത്. P1 അറിയില്ല, അതുപോലെ എഴുതി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9810 എന്ന് കിട്ടും. പ്ലസ് ഈ ടേം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.0254 കിട്ടും. ഇത് ഓൾറെഡി 0 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ഈ ടേമിനെ സോൾവ് ചെയ്യുമ്പോൾ 20 കിട്ടും. പ്ലസ് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 0.0016 കിട്ടും. ഇത് 3.33. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇത് മാത്രം ലെഫ്റ്റിലിട്ട് ബാക്കിയെല്ലാം റൈറ്റിലേക്ക് കൊണ്ടുപോയി ഓൾജിബ്രിക്കലി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് P/9810 is equal to 23.3. അവിടെ നിന്ന് P കണ്ടുപിടിക്കുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 23.3 × 9810 സോൾവ് ചെയ്യുമ്പോൾ P1 പ്രഷർ അറ്റ് ദ സെക്ഷൻ 1 അല്ലെങ്കിൽ പ്രഷർ അറ്റ് ദ ലോവർ എൻഡ് ഇസ് ഈക്വൽ ടു 228633 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി ഡിവൈഡ് ബൈ 10⁴ ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ 22.86 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ താഴെ എടുത്ത് എഴുതണം, എന്തെഴുതണം, പ്രഷർ അറ്റ് ദ ലോവർ എൻഡ് ഓഫ് ദ പൈപ്പ് P1 is equal to 22.86 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ടുള്ള ബേസിക്കായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലം. ഇനി ഒരു ചെറിയൊരു കൺസെപ്റ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബെർണോളിയസ് ഇക്വേഷൻ ഫോർ റിയൽ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ബെർണോളിയസ് ഇക്വേഷൻ ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കേസിലാണ്. ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ വിസ്കോസിറ്റി ഒന്നുമില്ല, വിസ്കോസിറ്റി 0 ആണ്. നോർമലി ഒരു റിയൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് വിസ്കോസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഒരറ്റത്ത് നിന്ന് അടുത്തറ്റത്തേക്ക് പോകുമ്പോൾ എനർജി ലോസ് ഉണ്ടാവും.
അപ്പോൾ ആ ലോസ് കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള റിയൽ ഫ്ലൂയിഡിൻ്റെ ബെർണോളിയസ് ഇക്വേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. The Bernoulli's equation was derived on the assumption that the fluid is that is non-viscous and therefore frictionless. ഇപ്പോൾ നോൺ വിസ്കസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ഫ്ലൂയിഡിന് ഫ്രിക്ഷൻ ഇല്ല എന്നുള്ള അസംഷനിലാണ് എടുക്കുന്നത്. ബട്ട് ഓൾ ദ റിയൽ ഫ്ലൂയിഡ്സ് ആർ വിസ്കസ് ആൻഡ് ഹെൻസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഏത് ഫ്ലൂയിഡ് എടുത്താലും നമ്മൾ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന് വിസ്കോസിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. ദസ് ദർ ആർ ഓൾവേസ് സം ലോസസ് ഇൻ ദ ഫ്ലൂയിഡ് ഫ്ലോസ് and hence the application of Bernoulli's equation, these losses has to be taken in consideration. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെർണോളിസ് ഇക്വേഷൻ എടുക്കുമ്പോൾ റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ നമ്മൾ ഈ ലോസ് കൺസിഡർ ചെയ്യണം. Thus the Bernoulli's equation for the real fluid between point 1 and point 2 is given by. അപ്പോൾ സാധാരണ ബെർണോളിസ് ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. സെക്ഷൻ 1 സെക്ഷൻ 2 നമ്മളൊരു റിയൽ ഫ്ലൂയിഡ് എടുത്താൽ സെക്ഷൻ 1 ടോട്ടൽ എനർജി, സെക്ഷൻ 2 ടോട്ടൽ എനർജി പ്ലസ് ഒരു HL എന്ന് വെച്ചാൽ നമ്മൾ ഹെഡ് ലോസ് ആണ്. അതായത് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് ഫ്ലൂയിഡ് സെക്കൻഡ് ഫ്ലൂയിഡിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ടോട്ടൽ എനർജിയിൽ ഒരു ചെറിയ ലോസ് ഉണ്ടാവും. ആ ലോസിനെയാണ് നമ്മൾ HL അല്ലെങ്കിൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത്. അത് ലോസ് ഉണ്ടാകാനുള്ള കാരണം ഒരു ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഉണ്ട്, ആ ഫ്ലോ ചെയ്യുന്ന സർഫസുമായിട്ടൊരു ഫ്രിക്ഷണൽ ടച്ച് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഒരു ലോസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിലെ ബെർണോളിയസ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് യൂഷ്വലി ചോദിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച നോർമൽ ബെർണോളിയസ് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഇനി റിയൽ ഫ്ലൂയിഡ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഹെഡ് ലോസ് കൺസിഡർ ചെയ്താൽ മതി. അതല്ല ഇനിയിപ്പോൾ പൈപ്പ് 1 നിന്ന് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് സെക്ഷൻ പോയിന്റിലേക്ക് പോകുമ്പോൾ ഹെഡ് ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബ്ലമാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ P1/ρg + V1² / 2g പ്ലസ് സെക്കൻഡ് പോയിന്റിൽ P2/ρg + V2² / 2g പ്ലസ് Z2 പ്ലസ് HL. ഈ ഇക്വേഷനിൽ HL സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ഹെഡ് ലോസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. താങ്ക് യു.